ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ചലച്ചിത്ര നടി ആര്യ സലീമുമായി ഫഹദ് റസ നടത്തിയ അഭിമുഖമാണ് ഇന്ന് ആർട്ട് കഫേയിൽ. ശ്രദ്ധേയമായ ഒരുപിടി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമയിൽ ഇന്ന് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിക്കൊണ്ടിരിക്കുന്ന പുതുമുഖ നടി ആര്യ സലീമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. 20ഓളം സിനിമകൾ ചെയ്തു അല്ലേ? 17. ശരി. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് നരിവേട്ടയിലെ കഥാപാത്രമാണെന്ന് തോന്നുന്നു. CK ശാന്തി എന്ന കഥാപാത്രം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആദിവാസി ഭൂസമരത്തിന്റെ പശ്ചാത്തലത്തിൽ പറയപ്പെട്ട ഒരു കഥയായിരുന്നു നരിവേട്ട. അതിൽ CK ജാനു എന്ന നേതാവിന്റെ ലൈഫാണ് ആര്യ ചെയ്ത CK ശാന്തി എന്ന കഥാപാത്രം. ആ സിനിമ കണ്ടവർക്കറിയാം ആര്യ അതിനു വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന്. അതിലെ വേഷമായാലും ഭാഷയായാലും എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു. അപ്പോൾ നരിവേട്ട എന്ന സിനിമയിലേക്ക് ആര്യ സലീം എന്ന നടി വരുന്നത് എങ്ങനെയാണ്? ഓസ്ലർ സിനിമ കഴിഞ്ഞിട്ട് സുനിലേട്ടനാണ് അനുരാജൻ എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൂവി ഉണ്ട്, കണ്ട് സംസാരിക്കാൻ പറഞ്ഞ്. എനിക്ക് തോന്നുന്നു ഒരു 2023 നരിവേട്ട സ്റ്റോറി എന്നോട് പറയുന്നത്. അപ്പോൾ നമുക്ക് റെഫറൻസ് ആയിട്ട് അന്ന് ജാനു മാമിനെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു ജാനു മാം മാത്രമല്ല ഗൗരിയമ്മ, അതുപോലെ അജിത മാം, അങ്ങനെയുള്ളവരെയൊക്കെ ആരൊക്കെ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. കൂടുതൽ നമ്മൾ ഈ ഭൂസമരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കഥ ജാനു മാമിനെ തന്നെയാണ് റെഫർ ചെയ്തിരിക്കുന്നത്. ഒരു കൊല്ലത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു മൂവി സ്റ്റാർട്ടാവാൻ. അപ്പോൾ ആ ടൈമിലൊക്കെ ഭാഷ പറഞ്ഞിരുന്നത് റാവുള ഭാഷയായിരുന്നു ആദ്യം പറഞ്ഞത്. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടും പിന്നെ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർ പണിയാ ഭാഷ സംസാരിക്കുന്നതുകൊണ്ടും പിന്നീട് അത് പണിയാ ഭാഷ ആക്കിയതാണ്. അപ്പോൾ നമ്മൾ ആ ഭാഷ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പണിയാ ഭാഷ സംസാരിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അത് എവിടെ വെച്ചായിരുന്നു ചെയ്തത്? എത്ര കാലം എടുത്തു? അത് നമ്മളൊരു 2 days മുന്നേ അവിടെ പോയിരുന്നു, അവരുടെ ഊരിലൊക്കെ പോയിരുന്നു ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ്. കാരണം അവരായിട്ടൊരു മിങ്കിളാവാനും ആദ്യത്തെ ആ ഒരു സാധനം മാറാൻ വേണ്ടിയിട്ട്. ആദ്യം ഈ പറഞ്ഞ പോലെ ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോട് അടുക്കാനൊക്കെ കുറച്ച് സംസാരിക്കാൻ അവരുടെ ഉള്ളിൽ നിന്ന് ഉള്ളതാണ് അവരുടെ ആ ഒരു ചിരിയും ഇതും. അവർക്ക് അങ്ങനെ ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ചിരിക്കുന്ന സ്വഭാവമില്ല. പിന്നീട് നമ്മൾ സെറ്റിൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി, നമ്മുടെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആൾക്കാരേ അല്ല. പിന്നീട് നമ്മളോട് വളരെ സ്നേഹത്തോടെ ഇപ്പം നമ്മൾ തിരിച്ചു പോരുന്ന സമയമൊക്കെ ആയപ്പോൾ അവരുടെ ഊരിൽ നിന്ന് നമുക്ക് അവിടെ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് തരുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത ചില ഡയലോഗ്സ് വരും. അപ്പോൾ അത് ശരിക്കും ഡയലോഗ് പറയാൻ പോകുന്നത് എന്താണെന്ന് അവരോട് പറയുമ്പോൾ അവരത് ഇങ്ങനെ പറയാം എന്നുള്ളത് പറഞ്ഞു തരാം. പിന്നെ CK ശാന്തിയിലോട്ട് വരുമ്പോൾ ആ ടോണും ഇതും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സമരം നടക്കുന്ന സമയത്ത് നമ്മൾ ചെറുതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സോഴ്സ് എന്ന് പറയുന്ന യൂട്യൂബിലെയും അല്ലാതെ ന്യൂസിലുള്ള വീഡിയോസാണ്. അത് ഹെഡ്ഫോൺ വെച്ച് ത്രൂ ഔട്ട് സെറ്റിൽ കയറുന്നതിന് മുമ്പ് വരെ അതിങ്ങനെ ജസ്റ്റ് കേട്ടോണ്ടിരിക്കും, ആ ഒരു ഫ്ലോ പോവാതിരിക്കാൻ. കാരണം നമുക്ക് കൊച്ചി സ്ലാങ് ഉള്ളതുകൊണ്ട് അത് ഒട്ടും വരരുതെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെതായ കുറേ ഫോട്ടോകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സമര നേതാവിൻ്റെയൊക്കെ ഒരു വേഷം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഭാഷയും ഗൗരവവും എക്സ്പ്രഷനും എല്ലാം വരണമല്ലോ. അപ്പോൾ ഒരു നടനെ അല്ലെങ്കിൽ നടിയെ സംബന്ധിച്ച് വലിയൊരു പ്രയാസമല്ല. എന്നാലും ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും ഒരല്പം വ്യത്യാസമുണ്ടല്ലോ. പൊതുവിൽ ഗൗരവം തന്നെയാണ് ചെയ്ത പല കഥാപാത്രങ്ങൾക്കും ഉള്ളത്. അതിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് ഇപ്പോൾ ഞാൻ റിയൽ ലൈഫിൽ ഇതുപോലെ സംസാരിക്കാനോ, എൻ്റെ രാഷ്ട്രീയം ഞാൻ പെയിൻ്ററാണ്. അപ്പോൾ എൻ്റെ പൊളിറ്റിക്സ് ഞാൻ പെയിൻറ്റിങ്ങിലൂടെയാണ്, വാഗൊണ്ട് പറയുന്നതിൽ കൂടുതൽ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്ന പെയിൻറ്റിങ്ങിലൂടെയാണ്. അപ്പോൾ എൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ ചെയ്തേക്കുന്നതിൽ ഒരു ഭൂരിഭാഗവും വളരെ ബോൾഡായിട്ടുള്ള ലേഡീസാണ്. അതിനെനിക്ക് തോന്നുന്നു തിയേറ്റർ എക്സസൈസ് നമ്മളെ കുറേ സഹായിച്ചിട്ടുണ്ട്. ഞാൻ തിയേറ്റർ വർക്ക്ഷോപ്സ് പങ്കെടുക്കാറുണ്ട്. നമ്മൾ മൂവീസ് അതിനു മുമ്പ് കോളേജ് ടൈമിൽ നമ്മൾ നാടകം, ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള നാടകത്തിന് വേണ്ടിയിട്ടുള്ള തിയേറ്റർ വർക്ക്ഷോപ്സും എക്സസൈസും അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചത്. അന്ന് നമ്മൾ നാടകം ചെയ്യിപ്പിച്ചത് രതീഷ് കുമാർ എന്ന് പറയുന്ന സാറാണ് തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തിന്റെ ഡയറക്ടർ. അപ്പം എൻ്റെ ഫസ്റ്റ് മൂവി തൃശ്ശൂർ പേരൂർ ക്ലിപ്തത്തിൽ എന്നെ കൊണ്ടുവന്നത് സാറാണ് മൂവിയിലോട്ട്. അപ്പോൾ അന്ന് നാടകം ചെയ്യുന്ന ടൈമിൽ സാറിൻ്റെ ഫാദറിനുള്ള മീനാരാജ്, അതുപോലെ തന്നെ മണികണ്ഠനാചാരി, അപ്പോൾ മണിച്ചേരനും മീനാമാഷും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ. അപ്പോൾ ഗുരുസ്ഥാനത്ത് അവരും കൂടെ ഉണ്ടായിരുന്നു, രതീഷ് സാറിൻ്റെ കൂടെ നമ്മൾ ഡ്രാമയുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു മൊമെന്റിൽ സാറ് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നാണ് നാടകവും സിനിമയും തമ്മിലുള്ള ആ ഒരു ആക്ടിങ്ങിന്റെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നതും അത് സിനിമയിൽ എനിക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അത് നമ്മളൊരു താരാട്ടുപാട്ട് പാടിക്കൊണ്ട് കുട്ടിയുടെ ഡ്രസ്സ് തുന്നുന്ന. അപ്പോൾ
അതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഭയങ്കര സെറ്റിലായിട്ടാണ് ചെയ്തത്. അപ്പോൾ സാർ പറഞ്ഞു, ഇത് നീ സിനിമയിൽ ചെയ്യണമെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്, പക്ഷെ നമ്മൾ നാടകമല്ലേ ചെയ്യണേ, അത് ഓഡിയൻസിലോട്ട് റീച്ച് ആണെങ്കിൽ നീ കുറച്ചും കൂടി ഒരു പൊടിക്കും കൂടി ലൗഡായിട്ട് ചെയ്യണമെന്ന്. ആ ഒരു സാധനം നമുക്ക് ജസ്റ്റ് ബിഹേവ് സാധനം മതി ആക്ടിങ്ങിൽ എന്നുള്ള ഒരു ഇത് കിട്ടിയത്. എനിക്കാണ് അത് ത്രൂ ഔട്ട്. ഇപ്പം ഈ മയോയിലോട്ട് വരുമ്പോഴും ഈ മയോ ഒക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്റ്റാർട്ടിങ് മൂവി തന്നെയാണ്. അപ്പോൾ ആക്ടിങ്ങിനെ പറ്റി അത്രയും ബോധോടോ അല്ലെങ്കിൽ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഫ്രീ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ ടെൻഷൻ ആയത് എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല പ്രേക്ഷകരുടെ പ്രതീക്ഷകളും കൂടുതലാണ്, തുടക്കക്കാരിക്ക് അത്രത്തോളം പ്രശ്നമില്ല. അതെ, എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, ഈ മയോയിലെ സഭയത്തിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യും, ഇതുവരെയായിട്ട് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, അങ്ങനെ ഒരു ക്യാരക്ടർ വന്നില്ലല്ലോ. പക്ഷെ നരിവേട്ട വന്നു കഴിഞ്ഞപ്പോൾ ലൈക്ക് അതൊരു ചാലഞ്ച് തന്നെയായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സഭയത്തിന് ശേഷം CK ശാന്തി എന്ന ഒരു ശക്തമായ കഥാപാത്രത്തെ എനിക്ക് കിട്ടി. അതെ, ചെയ്തതിൽ കുറെ പോലീസ് വേഷങ്ങൾ ഉണ്ടല്ലോ അല്ലേ? എൻ്റെ സ്റ്റാർട്ടിങ് മൂവി ഒരു കോൺസ്റ്റബിൾ ആയിട്ടായിരുന്നു. അതിനുശേഷം ഇരട്ടയില് SP സവിതാ സത്യനായിട്ട് വന്നു. അതെ, അതുപോലെ തന്നെ ഹോസ്റ്റലറിൽ ജരാമേട്ടൻ്റെ കൂടെ SI ദിവ്യയായിട്ടും വന്നു. പോലീസ് എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ. ആക്ടിങ്ങിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? സിനിമ, നാടകം, അതിനെക്കുറിച്ചും പറഞ്ഞു. എന്നാൽ അതിനു മുൻപ് അതിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടോ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ മോണാക്റ്റുകളൊക്കെ ചെയ്യുമല്ലോ. അപ്പം അന്ന് ഓരോ കുട്ടികൾ പഠിച്ചിട്ട് ചെയ്യുകയും അല്ലെങ്കിൽ സാറന്മാരുടെ കീഴിൽ അങ്ങനെ. അപ്പം എൻ്റെ പാരൻസ് അത്രയും അങ്ങോട്ട് അങ്ങനെ പൈസ കൊടുത്ത് പഠിക്കുക അത് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതുപോലെ കാണുമ്പോൾ സ്കൂൾ കലോത്സവത്തിന് കാണുമ്പോൾ അത് വെച്ചിട്ട് 5 മിനിറ്റ് സ്റ്റോറി ഞാൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു തവണ കളിച്ചു. അതിനെനിക്ക് സെക്കൻഡ് കിട്ടി. അപ്പോഴാണ് വീട്ടുകാരും നീ എന്ത് ചെയ്തിട്ടാ നിനക്ക് സെക്കൻഡ് കിട്ടി എന്നുള്ളത് തന്നെ. അത് പിന്നീട് ഞാൻ വേറെ കേരളോത്സവത്തിൻ്റെ ഒരു വേദിയിൽ കളിച്ചപ്പോൾ എൻ്റെ ഡാൻസ് ടീച്ചർ കണ്ടു. ടീച്ചർ അങ്ങനെ ഡാൻസിൽ അഭിനയം വരുമല്ലോ, അപ്പോൾ അതിൽ ഇപ്പോൾ ദശാവതാരം പോലത്തെ ഐറ്റംസ് വരുമ്പോൾ അതിൽ ഓരോ റോളുകൾ രാവണനായും രാമനായും അങ്ങനെ പല ഇത് നമുക്ക് തന്നു തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടി അഭിനയത്തിലോട്ട് ഒരാഗ്രഹം വന്നു. പിന്നെ സ്കൂളിൽ നാടകം വന്നപ്പോൾ അതിന് ചേരാൻ നോക്കി. പക്ഷെ അന്ന് എന്തുകൊണ്ടോ രൂപം കൊണ്ടോ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ടോ എന്തോ അന്ന് എനിക്ക് ആ ക്യാരക്ടർ കിട്ടിയില്ല. അപ്പോൾ ആ സാർ ഇങ്ങനെ പറഞ്ഞു എന്നോട്, എന്നെ പണ്ട് എൻ്റെ സാറ് ഇതുപോലെ പുറത്താക്കിയപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, ഇപ്പം ഇത് നടക്കുന്നില്ലെങ്കിലും നിനക്ക് ചിലപ്പോൾ ഇതിൽ നല്ലൊരു ഇത് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇപ്പം നീ ഇത് പോയേ. അപ്പോൾ നോക്കി ഇപ്പം ഞാൻ സാറായിട്ട് വന്നില്ലേ, അതുപോലെ മോളും ഭാവിയിൽ ചിലപ്പോൾ അഭിനയിക്കാനുള്ള നല്ലൊരു സ്പേസ് കിട്ടും. ആക്ച്വലി ഓരോ ക്യാരക്ടേഴ്സും വരുമ്പോൾ അന്ന് ആ സാറ് പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത്. എനിക്കറിയില്ല, ആ സാറിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. പണ്ട് ചെങ്ങൽ സെൻറ് ജോസഫിൽ പഠിക്കുമ്പോഴാണ് ആ സാറ് ഞാൻ പരിചയപ്പെടുന്നത്. അതെപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ. ലൈക്ക് അന്ന് എന്തോ പറഞ്ഞു പോയൊരു വാക്കാണ്, പക്ഷെ അത് അതെ മനസ്സിൽ കിടക്കുന്നു. ഏറ്റവും ആദ്യത്തെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിച്ചറിയുന്നത് നമ്മളുടെ തന്നെ സർക്കിളിലുള്ള ആളുകളാണ് നന്നായിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ നമ്മൾ യാതൊരു പരിചയമില്ലാത്ത ആൾ ഇന്ന സിനിമയിൽ അഭിനയിച്ചതല്ലേ എന്ന് ചോദിക്കുന്ന ഒരു നിമിഷം വളരെ സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അത് തുടങ്ങിയത് ഏത് സിനിമ തൊട്ടാണ്? അത് എന്നെ സംബന്ധിച്ച് വളരെ വൈകിയാണ്. ഇപ്പം ഈ മയോയിലെ ക്യാരക്ടറും തമാശയിലെ അമീറയും ഒക്കെ ആൾക്കാർക്ക് അറിയാം, പക്ഷെ അത് ഞാനാ ചെയ്തെന്നുള്ള എന്നെ ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ആർക്കും അത്ര മനസ്സിലാവില്ലായിരുന്നു. ബേസിക്കലി എറണാകുളംകാരിയാണ്, പക്ഷെ എറണാകുളത്ത് നമ്മൾ പോകുമ്പോഴാണെങ്കിലും അങ്ങനെയാണെങ്കിലും എവിടെയോ കണ്ട ഏതോ റീൽസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിലും ഇന്ന നടിയാണോ എന്നൊരു ചോദ്യം വന്നിട്ടില്ല. എനിക്കാണോ ഓസ്ലറിന്റെ ടൈമിൽ ഞാൻ കോഴിക്കോട് വരുമ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്തിരിക്കുക. അന്ന് സിനിമയിൽ വന്നിരിക്കുന്ന രൂപമായിട്ടൊരു ബന്ധമില്ലാത്ത വേഷത്തിലായിരുന്നു ഞാൻ. അപ്പോൾ എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, താങ്കൾ മിന്നൽ മുരളിയിലെ ചേച്ചിയല്ലേ എന്ന് ചോദിച്ചു. അത് ഓക്കെ. അപ്പം എനിക്ക് ഫസ്റ്റ് പേര് ക്യാരക്ടറിൻ്റെ പേരെടുത്ത് നമ്മളോട് സംസാരിച്ചു. ഓക്കെ വാവ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് കോഴിക്കോട് നമ്മൾ ഷൂട്ടിന് ഇറങ്ങുമ്പോൾ ഒക്കെ ഇതുപോലെ എല്ലാവരും വന്നിട്ട് ക്യാരക്ടറിൻ്റെ പേര് പറഞ്ഞ് നമ്മളോട് സംസാരിച്ചപ്പോൾ അത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് പ്രേക്ഷകർ നമ്മളെ തിരിച്ചറിയുക, അല്ലെങ്കിൽ ആ ക്യാരക്ടർ വെച്ചിട്ട് തിരിച്ചറിയാം, നമ്മുടെ പേര് വിളിക്കുക, ഏതാ ആര്യ സലീം എന്ന് വിളിച്ച് ആര്യ സലീം അല്ലേ താൻ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന എന്നെ സംബന്ധിച്ച് അതൊരു അവാർഡിന് സമമാണ്. കാരണം നമ്മൾ ചെയ്ത ആ ഒരു എഫോർട്ട് അല്ലെങ്കിൽ ആ ഒരു ആർട്ട് പ്രേക്ഷകരിലോട്ട് എത്തി എന്നുള്ളൊരു സന്തോഷം. ആര്യ സലീമിനെ സംബന്ധിച്ച് സിനിമ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ എന്നത് ഒരു സെൽഫ് എക്സ്പ്രഷന്റെ രൂപമാണോ, അതോ ആളുകളിലേക്ക് കൂടുതൽ നമ്മൾ അറിയപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫെയിമാണോ, കൂടുതൽ പണമാണോ, കൂടുതൽ അവസരങ്ങളാണോ, എന്താണ് സിനിമ എന്നത് ആര്യയ്ക്ക്? എനിക്ക് സിനിമ എന്നത് മാത്രമല്ല, എനിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ ഇന്നതെന്നില്ല, ഇപ്പോൾ ഡാൻസിലാണെങ്കിലും ഡ്രാമയിലാണെങ്കിലും മൂവിയിലാണെങ്കിലും നമുക്ക് വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്യാൻ കഴിയാണ്. ഇപ്പം നമുക്ക് പോലീസാവാം, വക്കീലാവാം, കളക്ടറാവാം, ഇപ്പോൾ വീട്ടമ്മയാവാം, സൂപ്പർ ഹീറോൻ്റെ പെങ്ങളാവാം. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര
സന്തോഷം തരുന്ന ഒരു നമുക്കൊരു അഡ്രിനൽ റഷ് തരുന്നതെന്ന് പറയുന്ന പോലെ അത് ചെയ്യാന്നുള്ളത് എന്നെ സംബന്ധിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്താലും ഒരു സന്തോഷം എന്ന് പറയുന്ന പോലെ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. ഇന്ന ഒരു പർട്ടിക്കുലർ റീസൺ അതിനെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാത്തിന്റെയും ഒരു മിക്സ് ആവാം. പല സംവിധായകരുടെയും കൂടെ, നമ്മളെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എണ്ണം പറഞ്ഞ സംവിധായകരുടെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചു. ലിജോ ജോസ് പല്ലിശ്ശേരി, അതുപോലെ മിഥുൻ മാനുവൽ തോമസ്, ബേസിൽ ജോസഫ് തുടങ്ങിയ എല്ലാവരും. ഓരോരുത്തർക്കും സിനിമയോടുള്ള അപ്രോച്ച് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർ ഓരോ കഥാപാത്രങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും വ്യത്യസ്തമായിരിക്കും. അത്തരത്തിലുള്ള പല സംവിധായകരുടെ കൂടെ ജോലി ചെയ്തപ്പോൾ ഓരോരുത്തരും സിനിമയെ കാണുന്നതും അതിൽ നിന്ന് ആര്യ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സിനിമയും എനിക്ക് എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവുന്ന ഫീൽ ചെയ്ത്. ചിലപ്പോൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ പല കാര്യങ്ങളും. ആദ്യത്തെ ടൈമിൽ എനിക്ക് അങ്ങനെ ചോദിക്കാനൊന്നും അറിയില്ല. പിന്നീട് ശ്യാമപ്രസാദ് സാറിന്റെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാർ എന്നോട് ഇങ്ങനെ ഒരു പറഞ്ഞു, ആര്യ അണ്ടർപ്ലേഡ് ആശാട്ടിയാണ് ഇത് പറഞ്ഞു. നീ ഇങ്ങനെ ചോദിക്കുക അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ. പിന്നീട് ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, ഇപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ മീറ്റർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ മീറ്റർ പിടിക്കണം എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു ക്യാരക്ടറിനെ പറ്റി എനിക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ലക്കിയാണ്. എല്ലാവരും ഏതൊരു ആക്ടറും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ നല്ല സംവിധായകരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓരോ സിനിമയും എനിക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ പാഠങ്ങളാണ്. അതോടൊപ്പം തന്നെ ഡാൻസർ കൂടിയാണല്ലോ. അതിനെ കുറച്ചുകൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ റോളുകൾ കിട്ടണമെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ ഭാഗ്യം പോലെ ഇരിക്കും. ചില കാസ്റ്റിംഗ് കോളുകൾ കണ്ടിട്ടുണ്ട്, മാർഷൽ ആർട്ട് അറിയാവുന്ന, ഡാൻസ് അറിയാവുന്ന ഒരാളെ തേടുന്നു എന്നുള്ളത്. പക്ഷെ നമുക്കിത് അറിയാമെങ്കിലും ചിലപ്പോൾ നായിക സങ്കല്പത്തിന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വിളിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. നരിവേട്ടയിലെ ആ ഒരു കഥാപാത്രം വന്നതിന് ശേഷം കിട്ടിയ ഏറ്റവും നല്ലൊരു അപ്രീസിയേഷൻ ആരുടേതായിരുന്നു? ഒത്തിരി പേരുണ്ട്, ഇന്ന ആളെന്നല്ല. ഇപ്പോൾ ബേസിലാണെങ്കിലും മെസ്സേജ് ചെയ്തിരുന്നു കണ്ടിട്ട് ക്യാരക്ടർ ഗംഭീരമായിരുന്നു. അതുപോലെ ടോവിനോ ആണെങ്കിലും അങ്ങനെ കുറേ പേര്, ഇന്നൊരാളെന്നില്ല. അപ്രിസിയേഷൻ്റെ കാര്യം പറയുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് അപ്രിസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ മൂവി കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ സാറ് രതീഷ് കുമാർ സാറ് അവിടെ ഉണ്ടായിരുന്നു. സാറ് വന്നു, ഞാൻ നോക്കുമ്പോൾ സാറിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. സാറ് വന്നു, ഗംഭീരമായിരുന്നു, നീ തകർത്തു എന്നും പറഞ്ഞിട്ട് കൈപിടിച്ച്. ആക്ച്വലി സാറ് ലിറ്ററലി കരയുമായിരുന്നു. അത് വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. സാറായിരുന്നു നരിവേട്ടയുടെ ചീഫ് അസോസിയേറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ ഇമോഷണലി വളരെയധികം ഹൈ ആയിട്ടിരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ അന്ന് ആര്യനെ മീറ്റ് ചെയ്യണം എന്നുണ്ടായി, വിളിക്കണം എന്ന് ഉണ്ടായി, പറ്റിയില്ല. പക്ഷെ ഇപ്പം നേരിട്ട് കണ്ടപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ കൈ പിടിച്ച് സംസാരിക്കും, അത് ഇരട്ടി മധുരമാണ്. ഇനി അങ്ങോട്ടുള്ള സിനിമാ പദ്ധതികൾ, ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. ടൈപ്പ് കാസ്റ്റ് ആവാതെ നമുക്ക് വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ വില്ലനാണെങ്കിൽ അങ്ങനെ, ഒരു റൊമാൻസ് ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എല്ലാ വ്യത്യസ്തമായ വേഷങ്ങളും വരട്ടെ. അഭിനയത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം കൂടുതലായിട്ട് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ചലച്ചിത്ര നടി ആര്യ സലീമുമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖമാണ് ആർട്ട് കഫേയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.